വാർത്തകളിലേക്ക് വീണ്ടും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണക്കെടുപ്പ് ആരംഭിച്ച് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ പരിശോധന നാളെ നടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. ദേവസ്വം വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നവരെ പ്രതി ചേർക്കാനാണ് ആലോചന. സ്വർണ്ണക്കൊള്ളയിൽ വിരമിച്ച ഉദ്യോഗസ്ഥരായാലും നടപടിയുണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് പറഞ്ഞു. സ്വർണത്തിൻ്റെ തൂക്കത്തെക്കുറിച്ചായാലും സ്വർണം അപഹരിക്കപ്പെട്ടതിനെക്കുറിച്ചായാലും എല്ലാം തന്നെ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയായിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെ നിലപാട്. അത് ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊന്നും മറയ്ക്കാനും വിളിക്കാനും ഇല്ലാത്തതുകൊണ്ടാണ്. പുതിയ സ്പെഷ്യൽ ടീം വന്നിരിക്കുന്നു, നല്ല അന്വേഷണം നടക്കും. അതിൻ്റെ ഭാഗമായി എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഒരാളെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. വിവരങ്ങളുമായി എ. വി. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ള ഈ സ്വർണം ഉരുക്കി വിറ്റു എന്നതടക്കമുള്ള ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് ഇതൊക്കെ പുറം ലോകം അറിഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. കോടതി തന്നെ നിയോഗിച്ച ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ഇതിന്റെ കണക്കെടുപ്പ് നടത്താൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ അതീവ നിർണായകമാണ് ആ പരിശോധന. ജയശങ്കർ. റിജിത്ത്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ സന്നിധാനത്ത് സ്ട്രോങ് റൂം തുറന്ന പരിശോധന ആരംഭിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിനോടൊപ്പം ഈ ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണറുണ്ട്, ഒപ്പം തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ AO, ഒപ്പം തന്നെ സ്മിത്ത്, ഈ ദേവസ്വം വിജിലൻസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ, അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ 10ഓളം പേരുണ്ട്. ഒപ്പം തന്നെ ഈ ആഭരണങ്ങളുടെയും മറ്റു ഉരുപ്പടികളുടെയും മൂല്യം പരിശോധിക്കാനുമായി ബന്ധപ്പെട്ട ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉള്ള ഒരു 11 അംഗ സംഘവുമായാണ് ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ സന്നിധാനത്തേക്ക് പോയത്. അദ്ദേഹം ഇന്ന് ആ സ്ട്രോങ് റൂം തുറന്ന് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ വസ്തുക്കളാണ് പരിശോധിച്ചെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഈ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൃത്യമായ രഹസ്യാത്മകതയോടുകൂടിയാണ് ഈ പരിശോധന. അതുകൊണ്ട് തന്നെ മറ്റു വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കാൻ നമുക്ക് പരിമിതിയുമുണ്ട്. പക്ഷേ പരിശോധന ആരംഭിച്ചു എന്നൊരു സ്ഥിരീകരിക്കാവുന്ന വിവരം നമുക്ക് രാവിലെ മുതൽ ലഭ്യമായിട്ടുണ്ട്. നാളെ ആയിരിക്കും വിവാദമുണ്ടായ സ്വർണ്ണപ്പാളിയിൽ ഒരു പരിശോധന ഉണ്ടാവുക. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സന്നിധാനത്ത് എത്തിച്ച സ്വർണ്ണപ്പാളി നാളെ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ പരിശോധിക്കും. ഈ സ്വർണ്ണപ്പാളി സംബന്ധിച്ചാണ് വലിയ വിവാദങ്ങൾ ഉണ്ടായത്. ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി മറച്ചുവിറ്റെന്നും സന്നിധാനത്ത് എത്തിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണപ്പാളിയാണെന്നും ഉൾപ്പെടെ വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു ഘട്ടത്തിലാണ് അത്തരത്തിലൊരു പരിശോധന നാളെ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ നടത്തുക. ഒപ്പം തന്നെ നാളെയോടുകൂടി സന്നിധാനത്തെ പരിശോധനകൾ പൂർത്തിയാക്കി മറ്റന്നാൾ ആറന്മുളയിലെ ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ആ സ്ട്രോങ് റൂമിലാണ് തിരുവാഭരണങ്ങൾ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഈ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട പ്രധാന ആഭരണങ്ങളും ഉരുപ്പടികളും ഒക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പരിശോധന വളരെ പ്രധാനമാണ്. ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ഈ പരിശോധനയിലൂടെ ഉദ്ദേശിക്കുന്നത് ഹൈക്കോടതി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം നിലവിൽ മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കളും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പിക്കുക, ഒപ്പം തന്നെ അതിൻ്റെ മൂല്യം പറയുന്ന പോലെ തന്നെയാണോ എന്ന് പരിശോധിക്കുക. സംശയമുണ്ടെങ്കിൽ അത് ഹൈക്കോടതി അറിയിക്കുക. എന്തായാലും വിശദമായ റിപ്പോർട്ട് തന്നെ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ കോടതിയിൽ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ മറ്റൊന്ന് SITയുടെ നീക്കങ്ങളാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ആരൊക്കെ പ്രതിപട്ടികയിലേക്ക് വരും എന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ തെളിഞ്ഞു വരുന്നൊരു ഘട്ടം കൂടിയാണ്. ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലാണെങ്കിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ച ഉദ്യോഗസ്ഥരുമൊക്കെ പ്രതിപട്ടികയിലേക്ക് വരാൻ പോവുകയാണോ ജയശങ്കർ? SITയുടെ തുടർ നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? അതായത് റിജിത്ത്, SIT ഔദ്യോഗികമായി ഇതുവരെ കേസന്വേഷണം ആരംഭിച്ചിട്ടില്ല. പത്തനംതിട്ടയിൽ ഒരു ക്യാമ്പ് ഓഫീസ് ഉൾപ്പെടെ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ഈ SITക്ക് അന്വേഷിക്കാൻ ഒരു കേസ് വേണം. ആ കേസ് അധികം വൈകാതെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്, സംസ്ഥാന പോലീസ് കാര്യാലയത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യും. വൈകുന്നേരത്തോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ഈ സന്നിധാനത്താണ് ഈ ക്രൈം നടന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തുള്ള പമ്പ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കണമെന്നൊരു അഭിപ്രായം പോലീസിലുണ്ടായിരുന്നു. പിന്നീട് സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം രാത്രി ഹൈക്കോടതി ഉത്തരവൊക്കെ വന്നതിന് ശേഷമാണ് ഇത് ഏകോപനം വേണം, അതുകൊണ്ട് തന്നെ കേസെടുക്കേണ്ടത് പോലീസ് ആസ്ഥാനത്തുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്നെ കേസെടുക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി എത്തുകയായിരുന്നു. ഏതായാലും സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് തന്നെ ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുക്കും. SITക്ക് FIR കൈമാറും. SIT അന്വേഷണം നാളെയോടുകൂടി തന്നെ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാവുന്നത്. ഈ SITയുടെ തലവൻ നിലവിൽ ഡൽഹിയിലാണ്. രാഷ്ട്രപതി
രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം ഉടൻ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തും. ഈ SITയുടെ മറ്റ് പ്രധാനപ്പെട്ട SIT സംഘത്തിലുള്ള SP-മാരടക്കമുള്ള ഉദ്യോഗസ്ഥർ അധികം വൈകാതെ പത്തനംതിട്ടയിലെത്തുകയും പത്തനംതിട്ടയിലെ ക്യാമ്പ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവും. കോർഡിനേഷൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് അതിൻ്റെ കോർഡിനേഷൻ ഉണ്ടാകും. എന്തായാലും കേസ് അധികം വൈകാതെ ഉണ്ടാകും. ആ പ്രതിപട്ടികയിൽ റീജിത്ത് സൂചിപ്പിച്ച പോലെ ഹൈക്കോടതിയുടെ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച പട്ടികയിലുള്ള മുരാരി ബാബു മുതൽ അങ്ങോട്ട് പഴയ ദേവസ്വം സെക്രട്ടറി വരെ എല്ലാ ഉദ്യോഗസ്ഥരും ഈ പ്രതിപട്ടികയിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന വില്ലനാണ്. അദ്ദേഹം പ്രധാന പ്രതിയായി തന്നെ വരുമെന്നാണ് നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അദ്ദേഹത്തെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസിനും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസും പ്രതിപട്ടികയിലേക്ക് ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വരാൻ പോകുന്നു. അങ്ങനെയല്ലേ ജയശങ്കർ? തീർച്ചയായും റിജിത്ത്, ഈ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച പട്ടികയിലുള്ള ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന പേരുകൾ എല്ലാവരും തന്നെ പ്രതിപട്ടികയിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ഇത് ആരൊക്കെ പ്രതിപട്ടികയിൽ ചേർക്കണം, ഏത് തരത്തിലായിരിക്കണം FIR, അത് എങ്ങനെ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാങ്കേതികത്വം സംബന്ധിച്ചാണ് നിലവിൽ പോലീസ് ആസ്ഥാനത്ത് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ച പൂർത്തിയാവുന്ന മുറയ്ക്ക് ഈ ഫയൽ പഠിച്ചതിന് ശേഷം കേസെടുക്കാമെന്നാണ് തീരുമാനം. അത് വൈകിട്ടോടുകൂടി ഫയൽ പഠിച്ച് ഏത് നിമിഷവും വൈകിട്ടോടുകൂടി ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടും. അത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തായിരിക്കും FIR ഉണ്ടാവുക. FIR പിന്നീട് SITക്ക് കൈമാറും. SIT നാളെയോടെ തന്നെ ഔദ്യോഗികമായി ഈ കേസ് അന്വേഷണം ആരംഭിക്കും. പത്തനംതിട്ടയിൽ ക്യാമ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പത്തനംതിട്ടയിൽ വെച്ച് ഈ രേഖകളൊക്കെ പരിശോധിച്ച് പ്രധാന കേന്ദ്രം ശബരിമലയാണ്. അതുകൊണ്ട് തന്നെ ശബരിമല യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് SIT കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. സാങ്കേതികമായി കേസെടുക്കാനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് SIT നിലവിൽ നടത്തുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് SITയിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഇതിനോടൊപ്പം തന്നെ അനൗദ്യോഗികമായി ഈ കേസ് സംബന്ധിച്ച കാര്യങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടോടുകൂടി FIR ഉണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും സ്മാർട്ട് ക്രിയേഷൻസും മുൻ ദേവസ്വം സെക്രട്ടറിയും ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന എല്ലാവരും പ്രതിപട്ടികയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാനാവില്ല. പക്ഷേ ആരൊക്കെ പ്രതിപട്ടികയിൽ ഉണ്ടാകുമെന്ന് അന്തിമമായി ഔദ്യോഗികമായി നമുക്കറിയണമെങ്കിൽ അത് ഈ FIR പുറത്തു വന്നാൽ മാത്രമായിരിക്കും വ്യക്തമാക്കുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് റിജിത്ത് മറ്റൊരു കാര്യം പമ്പയിൽ വെച്ച മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചിരുന്നു. എല്ലാ അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. വിരമിച്ച ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവർക്കെതിരെ നടപടി ഉണ്ടാകും. ഈ മാസം 14 ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ദേവസ്വം ബോർഡും പരിപാടികൾ അവസാനിപ്പിക്കുന്നില്ല, തുടർ നടപടികളായി പോകുന്നു എന്ന സൂചന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് നൽകിയിട്ടുണ്ട്. വിരമിച്ച ഉദ്യോഗസ്ഥർക്കും രക്ഷയുണ്ടാകില്ലെന്നാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം. റിജിത്ത്, ജയശങ്കർ, ഒരു സ്വർണ്ണപ്പാളിയിൽ നിന്നാണ് ഈ വിവാദമൊക്കെ തുടങ്ങുന്നത്. പിന്നീട് ഈ കട്ടിളപ്പടിയിലേക്കും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളിലേക്കും അതൊക്കെ കൊണ്ടുപോയി. വലിയ രീതിയിലുള്ള മോഷണം നടന്നു, ഗൂഢാലോചന നടന്നു, ഉദ്യോഗസ്ഥരുടെ പിന്തുണ അതിനുണ്ടായി എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നതാണ്. ഈ ജസ്റ്റിസ് KT ശങ്കറിന്റെ പരിശോധനയിൽ അത് ഈ കണക്കെടുപ്പിൽ ഇനി വല്ലതും പോയിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി അവിടെ നിലനിൽക്കെ ആ പരിശോധന അതീവ നിർണായകമായി മാറുമല്ലോ ജയശങ്കർ. തീർച്ചയായും റിജിത്ത്, KT ശങ്കരൻ്റെ പരിശോധന അത് അതിനിർണായകമാണ്. കാരണം നിലവിൽ സന്നിധാനവുമായി ബന്ധപ്പെട്ട മഹസറുകൾ, രജിസ്റ്ററുകൾ, ഇക്കാര്യങ്ങളെല്ലാം തന്നെ ജസ്റ്റിസ് KT ശങ്കരൻ പരിശോധിക്കും. അതുമായി നിലവിൽ സന്നിധാനത്തെ സ്റ്റോറിലും ആറന്മുളയുള്ള സ്റ്റോറിലൊക്കെ ഉള്ള ഉരുപ്പടികൾ, ഈ ആഭരണങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ മറ്റ് താരതമ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ താരതമ്യ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കണ്ടെത്തിയാൽ അത് കൂടുതൽ ഈ കാര്യങ്ങളെ രൂക്ഷമാക്കും. കൂടുതൽ FIRകൾ ഉൾപ്പെടെ വീഴും. ഹൈക്കോടതിയിലേക്ക് 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിലൂടെ കാര്യങ്ങൾ വ്യക്തമാകും. ഏതെങ്കിലും തരത്തിൽ കൂടുതൽ അട്ടിമറി സന്നിധാനം കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടോ, ഈ സ്വർണ്ണപ്പാളിയിൽ മാത്രമാണോ അട്ടിമറി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു വ്യക്തത ജസ്റ്റിസ് ശങ്കരൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടാവും. എന്തായാലും അദ്ദേഹത്തെ അമിക്കസ് ക്യൂറിയായി നിലവിൽ നിയമിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട താരതമ്യ പരിശോധന നടത്താനാണ്, മൂല്യനിർണ്ണയം നടത്താനാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു അന്വേഷണ ചുമതല അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. പക്ഷേ അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് അത് നിർണായകമാണ്. കാരണം ഏതെങ്കിലും തലത്തിലുള്ള മൂല്യച്യുതിവ് സംഭവിച്ചു എന്നൊരു റിപ്പോർട്ട് അദ്ദേഹം നൽകുകയാണെങ്കിൽ അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. SITക്ക് കൂടുതൽ ഉത്തരവാദിത്തം വരുന്ന സാഹചര്യം ഉണ്ടാകും. റിജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ശബരിമലയിലെ സ്വർണ്ണക്കട്ടിലുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ തൽക്കാലം എന്തായാലും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഒരു FIR ആയിരിക്കും രജിസ്റ്റർ ചെയ്യപ്പെടുക. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച്
ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോൾ FIRകളുടെ എണ്ണം കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഈ SITയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല. കാരണം ഒരു ക്രൈം മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളി 2019 സന്നിധാനത്ത് നിന്ന് കടത്തി ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കടത്തി എന്ന മോഷ്ടിച്ചു എന്നൊരു ആക്ഷേപത്തിന് അപ്പുറത്തേക്കുള്ള ക്രൈമുകൾ സന്നിധാനം കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടെന്ന SITക്ക് ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തുടരന്വേഷണം നടത്തി കൂടുതൽ FIRകൾ 6ഓളം FIRകൾ എന്ന് തന്നെയാണ് 6ഓളം ക്രൈമുകൾ നടന്നു എന്നാണ് SITയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ നാളെ പരിശോധന നടക്കാൻ പോവുകയാണ്. ജസ്റ്റിസ് KT ശങ്കറിന്റെ പരിശോധന അത് നിർണായകമാണ്. അതിനൊപ്പം തന്നെ SIT പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കാൻ പോകുന്ന തുടർ നിലപാടുകൾ എങ്ങനെയാണ്, തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.